ഹായ് ഫ്രണ്ട്സ്, അടീന പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടീനിയത്തിന് ഒരുപാട് ക്യാപ്പബിലിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഫ്ലവർ കളർ മാത്രമല്ല, അതിൻ്റെ ഘടനയിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ചേഞ്ചുകൾ ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ അതിൻ്റെ റൂട്ട് ട്രെയിനിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടവർ ട്രെയിനിങ് എങ്ങനെ ചെയ്യാമെന്നാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ടവർ ട്രെയിനിങ്ങിൻ്റെ പല സ്റ്റേജുകളിലായിട്ട് എങ്ങനെ ഒരു പ്ലാന്റ് നമുക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ ആദ്യത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് അറബിക്കം റോക്കറ്റ് ടൈപ്പ് ഒരു പ്ലാന്റാണ്. 2, 3, 4 എന്നിവ ഒബേസം പ്ലാന്റുകളാണ്. ഒബേസം പ്ലാന്റുകൾ ട്രെയിൻ ചെയ്ത പ്ലാന്റുകളാണ് 2, 3, 4 എന്നിവ. ഇതിൽ നാലാമത്തെ പ്ലാന്റ് ഏകദേശം 6 വർഷത്തോളം ഏജ് ഉണ്ട്. 2, 3 എന്നിവ പ്ലാന്റുകൾ മൂന്നാം വർഷം ആയിട്ട് ഉണ്ടാവുള്ളൂ. അതിൽ ആദ്യത്തെ പ്ലാന്റാണ് നമ്മൾ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണമെന്നുള്ളത് നോക്കുന്നത്. അത് നാങ്പായ റോക്കറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്, അറബിക്കമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ട്രീ ഷേപ്പിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് അത്യാവശ്യം സമയവും ക്ഷമയും വേണം. 6 മാസത്തിലൊക്കെ ഒരു പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ അഡീനിയം പ്ലാന്റിൻ്റെ ട്രാൻസ്ഫോർമേഷനും നമ്മൾ ഓരോ പ്രൊജക്റ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി രൂപകൽപ്പന ചെയ്യുന്നതാണ്. ഫിഗർ വരച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇതൊരു ട്രീ ഷേപ്പിൽ സ്പെസിമെനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു കംപ്ലീറ്റ് ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം അതിൻ്റെ റൂട്ട് പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്ന ഭാഗമായിരിക്കും അധികം വണ്ണമില്ലാത്ത ഒരു ഭാഗമായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗം വേണം നമുക്ക് വണ്ണം വെപ്പിച്ചെടുക്കാനായിട്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മൾ ടോപ്പ് സോയിലിൻ്റെ ഭാഗത്ത് വരുന്ന റൂട്ടുകൾ നമുക്ക് ലാറ്ററലി ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്. അതായത് ഹൊറിസോണ്ടലി അത് പ്രൊപ്പഗേറ്റ് ചെയ്യണം. ആ വേരുകൾ വണ്ണം വയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ട്രീയുടെ ഷേപ്പ്, ഒരു ആൻഷ്യൻ ട്രീയുടെ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. ഒരു ടവർ രീതിയിൽ അത് നിൽക്കണമെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മിനെല്ലാം ഒരേ വണ്ണവും ആയിരിക്കണം. ഈ ടവർ രീതിയുടെ ടോപ്പിൽ കാണുന്ന ഇലകളാണ് വേറൊരു കാര്യം. ഈ ഇലകൾ നോർമൽ അഡീനിയത്തിന് മേലെ പൊങ്ങിയിട്ടായിട്ടും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഇലകൾ താഴത്തേക്ക് നമ്മൾ ഒരു വയറിങ് മുഖേന നമ്മൾ താഴ്ത്തി വെക്കേണ്ടതാണ്. അപ്പോൾ വയറിങ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, അത് നെക്സ്റ്റ് സ്റ്റേജിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് റൂട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച നാങ്പായ റോക്കറ്റ് എന്ന് പറഞ്ഞ അറബിക്കം പ്ലാന്റാണ്. ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ടവർ ട്രെയിനിങ് കഴിഞ്ഞ ഒരു പ്ലാന്റാണ്. അതായത് നമ്മൾ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ അത് ലെങ്ത്തിൽ പോകാൻ സാധ്യതയുള്ള ഒരു പ്ലാന്റാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ ഒരു റൂട്ട്, അതായത് ഒരു മെയിൻ സ്റ്റെമ്മ് ഒരുപാട് ലെങ്ത് ഉള്ളതായിട്ട് നമുക്ക് ഫസ്റ്റ് റീപ്പോർട്ടിങ്ങിൽ മനസ്സിലായാൽ നമ്മളത് ടവർ ട്രെയിനിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കണം. ഈ മാറ്റിവെച്ച പ്ലാന്റ് എലിവേറ്റ് ചെയ്ത് പോട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അങ്ങനെ പോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും സപ്പോർട്ട് കിട്ടില്ല. അതായത് ആ പ്ലാന്റ് ഒരിക്കലും തന്നെത്താൻ നിൽക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡ് ടൈ കൊടുത്തിട്ട് ഒരു സപ്പോർട്ട്, ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബാംബു സ്റ്റിക്കാണ് ഉപയോഗിച്ച് ആ സപ്പോർട്ട് കൊടുക്കണം. പിന്നെ ഇത് പോട്ട് ചെയ്യുമ്പോൾ പോട്ടിംഗ് മിക്സ് സാധാരണ കോക്കോപീറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുക ചെയ്യരുത്. കാരണം അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ സോയിൽ കൂടുതലുള്ള ഒരു പോട്ടി മിക്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. സാൻഡ് കൂടുതലുള്ള പോട്ടി മിക്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് സ്റ്റേബിൾ ആയിരിക്കണം. പ്രൊപ്പഗേഷൻ്റെ ഒരു സ്റ്റേജിലും അത് മറിഞ്ഞു വീഴാനോ ഒന്നും പാടില്ല. ഇപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് സെക്കൻഡ് സ്റ്റേജാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ റൂട്ട് എങ്ങനെയാണ് പോയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇത് അത്യാവശ്യം ഒരു റോക്കറ്റ് ടൈപ്പിൽ പോകാവുന്ന ഒരു അറബിക്കമാണ് നാങ്പായ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പ്ലാന്റിൻ്റെ റൂട്ട് എങ്ങനെയാണ് പോയിരിക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നമ്മൾ ആ ബാംബൂ സ്റ്റിക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ടൈ ചെയ്തിട്ടുള്ളത്, വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഇപ്പോഴത് അത്യാവശ്യം സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. പക്ഷേ നമ്മളത് പോട്ട് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റേബിളായിട്ടായിരുന്നില്ല. അതിൻ്റെ വേരുകൾ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് ഒരുപാട് നമ്മളിപ്പോൾ ഒബേസത്തിൽ കണ്ട പോലെ ഒരുപാട് ടവറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അറബിക്കും പൊതുവേ കോമ്പാക്ട് പ്ലാന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് അറബിക്കത്തിന് അത്യാവശ്യം നല്ല കോഡക്സും
കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആയിട്ട് അറബിക്കൻ പ്ലാന്റിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അത്യാവശ്യം നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു 6 ഇഞ്ച് പോട്ടിലാണ് പോട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു 6 മന്ത് മുമ്പ് പോട്ട് ചെയ്ത ഒരു പ്ലാന്റാണ്. അന്നേരം വളരെ ചെറിയൊരു വേരായിരുന്നു. ആ വേര് അത്യാവശ്യം മൺസൂണിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അത്യാവശ്യം നൈട്രജൻ അബ്സോർബ് ചെയ്തിട്ട് ലോഡ് ചെയ്തിട്ട് അത് നല്ല ബൾക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും വീഡിയോയിൽ. നമുക്കത് നോക്കാം അതിൻ്റെ വേര് എത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സ്റ്റെമ്മ് ടോട്ടൽ നമുക്കൊരു ടവർ ഫോമിൽ ആക്കാൻ സാധിക്കാവുന്നതാണോ എന്ന്. ഏതൊരു സ്റ്റേജിലും ചിലപ്പോൾ നമുക്കത് ടവർ ട്രെയിനിങ്ങിൽ സ്കിപ്പ് ചെയ്യേണ്ടി വരും. കാരണം ചില വേരുകളാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഇത്തരത്തിൽ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ബോട്ടം മാത്രമാണ് റൂട്ട് പ്രൊപ്പഗേഷൻ നടന്നിട്ടുള്ളത്. സൈഡ് വൈസ് റൂട്ട് പ്രൊപ്പഗേഷൻ നടന്നിട്ടില്ല. മെയിൻ സ്റ്റെമ്മ് ഓക്കെയാണ്. നല്ല ലെങ്ത്തിൽ പ്ലാന്റ് വന്നിട്ടുണ്ട്. ടവർ ലൈന് എല്ലാം കറക്റ്റാണ്. ഇനി ഇത് സെക്കൻഡ് സ്റ്റേജ് ടവർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നോർമൽ ഒരു പ്ലാസ്റ്റിക് ടൈ, പിന്നെ ഒരു ബാംബു സപ്പോർട്ട് സ്റ്റിക്ക്. അത് നിങ്ങൾക്ക് എന്ത് സ്റ്റിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളിത് കുറച്ചുകൂടി എലിവേറ്റ് ചെയ്ത് പോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആ റൂട്ടുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ചെറിയ റൂട്ടുകളാണ്. അത് അത്യാവശ്യം കട്ട് ചെയ്യാനുള്ള പാകത്തിൽ എത്തിയിട്ടില്ല. ഞാൻ 6 മന്ത് ആകുമ്പോൾ തന്നെ അപ്രൂട്ട് ചെയ്തുകൊണ്ട് അതിന് വലിയ വണ്ണം വെച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അത് കുറച്ചുകൂടി വണ്ണം വയ്ക്കാൻ ഒരു 6 മന്ത് കൂടി ശേഷം അത് അപ്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും റീപോർട്ട് ചെയ്യാം. ഇത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ആ ഫിഗറിൽ വരച്ച പോലെ തന്നെ നമുക്ക് അത്യാവശ്യം ബോട്ടം ടേബിൾ രീതിയിൽ നമുക്ക് ഒരു ട്രീയുടെ സാധാരണ ഒരു ആൽമര ബനിയൻ ട്രീ ഒക്കെ എങ്ങനെയാണോ ഉള്ളത് അതിൻ്റെ വേര് ചെയ്യുന്ന പോലെ നമുക്ക് അത്യാവശ്യം ബൾക്ക് ചെയ്തിട്ട് ബോട്ടം റൂട്ട്സ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി റീപോർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അത്യാവശ്യം സ്പേസ് വെച്ചിട്ട് ഓരോ റൂട്ടുകളും കട്ട് ചെയ്ത് ഒരു 8-10 റൂട്ട് മാത്രം അവശേഷിച്ച് നെക്സ്റ്റ് റീപോർട്ടിങ്ങിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കും എന്താണ് വേറൊരു കാര്യം ഉണ്ടാകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ തൊട്ട് മേലെ ആ ടോപ്പ് സോയിലിന് തൊട്ട് മേലെ കാണുന്ന വണ്ണമില്ലാത്ത കുറച്ച് ചെറിയ വണ്ണമുള്ള റൂട്ട് പോർഷൻ നമ്മുടെ സ്റ്റെമ്മിൻ്റെ അത്യാവശ്യം വണ്ണത്തിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, വണ്ണമുള്ള ഭാഗത്താണ് ടൈ ഇടേണ്ടത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നീട് വണ്ണം വയ്ക്കില്ല. അപ്പോൾ താഴ്ന്ന ഭാഗത്ത്, അതായത് വണ്ണം കുറവുള്ള ഭാഗമായിരിക്കും പിന്നീട് ബൾക്ക് ചെയ്യുക, വണ്ണം വയ്ക്കുക. അപ്പോൾ അത് ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നീട് നമ്മളിത് പോട്ട് ചെയ്തതിന് ശേഷം ഒരു 2 ആഴ്ച നമ്മൾ ഷെയ്ഡിൽ വെക്കണം. ഷെയ്ഡിൽ വെച്ചതിന് ശേഷം പുതിയ ഇലകൾ വന്നതിന് ശേഷം പ്ലാന്റ് ഓക്കെ ആണെന്ന് കണ്ടതിന് ശേഷം മാത്രം നമ്മൾ വെയിലത്ത് വയ്ക്കുക. പിന്നെ ഇത്തരത്തിൽ ട്രെയിൻ ചെയ്യുന്ന പ്ലാന്റുകൾ പ്രത്യേകം കെയർ കൊടുക്കുകയും പ്രത്യേകം ഫെർട്ടിലൈസ് ചെയ്യുകയും ചെയ്യണം. ഫെർട്ടിലൈസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റൂട്ട് ഗ്രോത്തും അത്യാവശ്യം നമ്മുടെ ബ്രാഞ്ചസ് വണ്ണം വയ്ക്കാനും വേണ്ടിയിട്ട്, റൂട്ട് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് റൂട്ടിംഗ് ഹോർമോൺ കൊടുക്കാം. പക്ഷേ വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നൈട്രജൻ ലോഡ് ചെയ്യണം. DAP, നാനോ DAP സ്പ്രേ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നമ്മൾ ടൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ടൈ ചെയ്യുമ്പോൾ നമ്മൾ ലൂസായിട്ട് ടൈ ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ടൈറ്റായിട്ട് തന്നെ ടൈ ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, പ്ലാന്റ് അത്യാവശ്യം സ്റ്റേബിൾ അല്ല. ഇപ്പോൾ നമ്മൾ ബാംബൂ സ്റ്റിക്കിനോട് ടൈ ചെയ്യുമ്പോൾ അത്യാവശ്യം പ്ലാന്റ് സ്റ്റേബിളായിട്ട് നിൽക്കും. അത് അത്യാവശ്യം ഒരുപാട് ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്ത ജോലി മൊത്തം വെറുതെ ആവും. കാരണം എന്താ വെച്ചാൽ താഴ്ഭാഗം ബൾക്ക് ചെയ്യാതെ ടോപ്പ് ഭാഗം ബൾക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ പ്ലാന്റിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ടോപ്പ് ഭാഗം നന്നായിട്ട് ടൈ ചെയ്ത് സൂക്ഷിക്കുക. ഇനി ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നീട്ടണമെങ്കിൽ ഈ വേര് ഒരുപാട് ലെങ്ത്ത് പോകുന്ന ഘട്ടത്തിൽ നീട്ടിക്കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് ടേബിൾ പ്രൊപ്പഗേഷൻ ചെയ്യാം. ആദ്യം ചെയ്യുന്നൊരു ഒബേസം പ്ലാന്റ് ട്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.